സദസ്സിലുള്ള അഭിവന്ദരായ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഹൃദയംഗമമായിട്ടുള്ള നമസ്കാരം. അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പഠിച്ച് പാസ്സായി കുവൈറ്റിലെത്തിച്ചേർന്നിരിക്കുന്ന മലയാളികളായിട്ടുള്ള എഞ്ചിനീയർമാരുടെ ഈ കൂട്ടായ്മയായിട്ടുള്ള KF-ൻ്റെ വാർഷിക കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഒരിക്കൽ കൂടി കഴിഞ്ഞതിലെ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും ആഹ്ലാദവും എല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 10 ജില്ലകളിലായി 90 പ്രൊജക്റ്റുകളാണ് അസറ്റ് ഹോംസ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 27 പ്രൊജക്റ്റുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അതിൽ തന്നെ 57 പ്രൊജക്റ്റുകൾക്ക് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവലും ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവലുകളും അസറ്റ് ഹോംസിനാണ് ലഭിച്ചിട്ടുള്ളത്. ക്രിസിൽ DA2+ റേറ്റിംഗ് എന്ന ഉയർന്ന റേറ്റിംഗുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറത്തിനോട് അസറ്റ് ഹോംസിന് പറയാനുള്ള നന്ദി എന്നുള്ള 2 അക്ഷരമാണ്. കാരണം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 77ഓളം കസ്റ്റമേഴ്സാണ് KF-ൻ്റെ ഈ കൂട്ടായ്മയിൽ നിന്ന് അസറ്റ് ഹോംസിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ളത്. തുടർന്നും നിങ്ങളുടെ എല്ലാ പിന്തുണയും സഹകരണവും അസറ്റ് ഹോംസിന് തുടർന്ന് വരുന്ന പ്രോജക്റ്റുകളിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അലൂമിനി അസോസിയേഷനുകൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ സാമൂഹിക കൂട്ടായ്മയാണ്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യം, ആദ്യമായിട്ട് KF-ൻ്റെ ഫംഗ്ഷൻ വരുമ്പോൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എൻ്റെ ആദ്യത്തെ ഗുരുനാഥനായിരുന്നു. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആദ്യത്തെ ജോലി കിട്ടുമ്പോൾ എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസറായിരുന്നത് KF മെമ്പറായിരുന്ന ശ്രീ ശശി കോടനാടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്താണ് എഞ്ചിനീയറിംഗ് എന്ന്, എങ്ങനെയാണ് ഒരു സിവിൽ എഞ്ചിനീയർ സൈറ്റിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ മരണം കുറച്ച് നാൾക്ക് മുമ്പ് സംഭവിച്ചു. നമ്മൾ അദ്ദേഹത്തിന് അനുസ്മരണം രേഖപ്പെടുത്തി. കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറമായിട്ടുള്ള അത്തരമൊരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം കൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇത്തരം കൂട്ടായ്മകളിലെല്ലാം ഒരു യോജിപ്പിച്ച് നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് ഒരു കോമൺ ത്രെഡ് അതിനുണ്ടാവണം. ഇവിടുത്തെ ആ കോമൺ ത്രെഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എൻജിനീയറിംഗ് ബിരുദധാരികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ത്രെഡിൻ്റെ ദൃഢത്വം കുറച്ചുകൂടി കൂടാനും പരസ്പരം മനസ്സിലാക്കാനും ആ സൗഹൃദ കൂട്ടായ്മ വളരെ വേഗത്തിൽ വളർന്നു വലുതാവാനും അത് കാരണമായി തീരും. ഇന്നെനിക്ക് തോന്നുന്നു ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് പട്ടിണിയോ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മ ഒന്നുമല്ല, മറിച്ച് സൗഹൃദ ശൂന്യതയാണെന്ന് പറയേണ്ടി വരും. പരസ്പരമുള്ള സൗഹൃദമില്ലായ്മ, സാഹോദര്യമില്ലായ്മ, സ്നേഹമില്ലായ്മ, ഇതെല്ലാമാണ് ഒരുപക്ഷെ ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത്തരമൊരു പ്രശ്നത്തിന് നടുവിൽ വലിയ ഒരു പച്ചത്തുരുത്ത് അല്ലെങ്കിൽ ഈ മരുഭൂമിയിലെ ഒരു വലിയ മരുപ്പച്ചയാണ് KF പോലുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ. ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ കാട് കത്തിക്കൊണ്ടിരുന്നപ്പോൾ, കാടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കിളികൾ അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെട്ടപ്പോൾ ഒരു കിളി മാത്രം കടലിൽ പോയിട്ട് അതിൻ്റെ ചിറകിൽ വെള്ളം നനച്ച് ആ കാടിൻ്റെ മുകളിൽ, കത്തിക്കൊണ്ടിരിക്കുന്ന കാടിൻ്റെ മുകളിൽ തുള്ളി തുള്ളിയായിട്ട് തളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റു കിളികൾ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്? നീ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ കാടിലെ തീ കെട്ടുപോകില്ലല്ലോ, നിൻ്റെ ജീവിതമല്ലേ നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കിളി പറഞ്ഞത്, എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. പ്രശസ്ത പ്രഭാഷകനായിട്ടുള്ള ശ്രീ ജിദ്ദു കൃഷ്ണമൂർത്തിയോട് ഒരാൾ ചോദിച്ചു, അങ്ങ് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചില്ലേ, ഒരുപാട് പേരോട് സമ്മതിച്ചില്ലേ, ആരെങ്കിലും നന്നായിട്ടുണ്ടോ, ആരെങ്കിലും അങ്ങ് പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മന്ദഹാസത്തോടെ പറഞ്ഞത്, ഈ ചോദ്യം ഒരു പൂവിനോട് എന്തിനു പൂത്തു എന്ന് ചോദിക്കുന്ന പോലെയാണ് എന്നാണ്. KF പോലുള്ള പ്രസ്ഥാനങ്ങളും നിങ്ങളുടെ ചിറകുകളിൽ ഇത്തിരി വെള്ളവുമായിട്ട് പറന്നുകൊണ്ടേയിരിക്കണം. ഈ ലോകത്തിലെ സൗഹൃദ ശൂന്യതയ്ക്കെതിരെ, ഈ ലോകത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ KF-ന് ഇനിയും തുടർന്ന് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. കാരണം ഈ ഭൂമിയിൽ സൗഹാർദ്ദങ്ങൾ നിലനിൽക്കേണ്ടത് ജീവനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഇന്നുകളെ പ്രകാശപൂർണ്ണമാക്കുന്നത് ഇന്നലകളെ സജീവമാക്കിയ ആളുകളാണ്. നാളെയെ പ്രത്യാശപൂർണ്ണമാക്കേണ്ടത് ഇന്ന് ഉണർന്നിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ
KEF-ൻ്റെ മുഴുവൻ ഭാരവാഹികളും ഇതിലെ മുഴുവൻ മെമ്പർമാരും നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അഭിനന്ദനം അർഹിക്കുന്നു, അംഗീകാരം അർഹിക്കുന്നു. തുടർന്നും മികച്ച സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും സമൂഹ മനസ്സാക്ഷിക്കൊപ്പം സഞ്ചരിക്കാനും നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. തിരികെ നാടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ ഒരു വീടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അസറ്റ് ഹോംസ് എന്നുള്ളൊരു പദം നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.